ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നുള്ളത് വെജിറ്റബിൾ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അവീറിലുള്ള വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് ഞാൻ രാവിലെ 11:30 പോവുകയാണ്. ഇന്ന് നല്ല ചൂടുള്ള അന്തരീക്ഷമാണ്. ഞാൻ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഇത് രണ്ട് സൈഡും ഒരു വെൽക്കം ചെയ്ത പോലെ മരങ്ങൾ നട്ടുപിടിച്ചിരിക്കുകയാണ്. നല്ല തണലും ഉണ്ട്. ഈ വെയിലിനിടയിൽ ഒരു തണൽ കിട്ടുന്നത് വളരെ നല്ല ആശ്വാസം കൂടെയാണ്. ഇത് ഒരു ഔഷധ മരം കൂടാണ്. നമ്മുടെ നാട്ടിൽ കൈത മരം എന്നൊക്കെ പറയും. ഒരു ഔഷധ ചെടിയാണ്. പിന്നെ ഇവിടെ തണലത്ത് ഇരിക്കുന്ന തൊഴിലാളികളെ കണ്ടു. വ്യവസായമാരായാലും ഒരുപാട് തൊഴിലാളികൾ ഇവിടെ പണ്ട് മുതൽക്ക് ജോലി ചെയ്യുന്നുണ്ട്. ഉന്തുവണ്ടിയിൽ ഒരുപാട് തൊഴിലാളികളും ഉണ്ടായിരുന്നു. പിന്നെ സാധനം മേടിക്കാൻ വരുന്ന കസ്റ്റമറും പിന്നെ ഒരുപാട് കടകളും ഉണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ വെജിറ്റബിൾ കടകളും ഇപ്പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ കടകളൊക്കെ കാണാം. അങ്ങനെ ഞാൻ പച്ചക്കറി കട ലക്ഷ്യമാക്കി നടക്കുകയാണ്. അങ്ങനെ ഇതാണ് ഇവിടത്തുള്ള മാർക്കറ്റ്. ഇവിടെ ഒരു പുറത്തുള്ള ഒരു AC അല്ല, ഒരു സാധാരണ ഫാനുകളൊക്കെ ഇട്ടുള്ള ഒരു വെളിയിലാണ് ഇത് ഉള്ളത്. ഇപ്പോൾ പുതിയൊരു മാർക്കറ്റും കൂടെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, ബൂം മാർക്കറ്റ്. അവിടെ ഫുള്ള് എയർ കണ്ടീഷനാണ്. അങ്ങനെ ഞാൻ സാമ്പാർ കിറ്റ് വാങ്ങിച്ചു. ആകെ 5 ദിറംസേ അവിടെ ആയത്തുള്ളൂ. അങ്ങനെ ഞാൻ സാധനമൊക്കെ ബാക്കി പുറത്തേക്ക് നീങ്ങി. ഇവിടെ സവാളൊക്കെ ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇറക്കുന്ന തൊഴിലാളികളൊക്കെ കണ്ടു. ഇപ്പുറത്ത് നോക്കിയാൽ കരിക്കിൻ വെള്ളം വിൽക്കുന്ന ചന്തങ് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ, അത് വിൽക്കുന്ന കുറച്ച് തൊഴിലാളികളും പിന്നെ അവരൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ നടന്ന് നീങ്ങി. അതിന് കുറച്ച് കഴിയുമ്പോൾ ഇതാണ് അവീർ പോലീസ് സ്റ്റേഷന്. അങ്ങനെ അപ്പുറത്ത് കാണുന്നതാണ് ഫേമസ് മന്തിക്കട. ഇതാണ് അൽ ഗസൽ മന്തി. അവിടെ രാത്രികാലങ്ങളിലും വൈകുന്നേരങ്ങളിലും ഒക്കെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ കാണാം. ഒരുപാട് മലയാളികളും അതുപോലെ ഒട്ടേറെ ഫാമിലീസൊക്കെ വന്ന് ഇരിക്കുന്ന ഒരു അടിപൊളി സ്പോട്ടും കൂടിയാണിത്. എല്ലാവർക്കും അറിയാം, ഒരുപാട് വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇത് കാണാം. അങ്ങനെ ഞാനും മെല്ലെ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇവിടെ മെഷീനിലാണ് റീചാർജൊക്കെ സാധാരണ ചെയ്യാറുള്ളത്. അങ്ങനെ ഞാൻ 5 ദിറംസ് എൻ്റെ ഫോണിലേക്ക് കയറ്റി. എൻ്റെ നമ്പറൊക്കെ കയറ്റി. ഇങ്ങനെ ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളായി. അങ്ങനെ ഞാൻ അതിൻ്റെ റെസിപ്റ്റൊക്കെ കിട്ടി നടന്ന് നീങ്ങി. ഇതാണ് തൊഴിലാളികൾ ഇറക്കുന്ന കുറച്ച് കണ്ടെയ്നർ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഞാൻ നടന്നു. അതാണ് എൻ്റെ പഴയ കമ്പനി. ഞാൻ അവിടെ നിന്ന് റിസൈൻ കൊടുത്തപ്പോൾ ഞാൻ അടുത്ത കമ്പനിയിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റിംഗ് ചെയ്തു. ഇതാണ് റൗണ്ട് ബോട്ടിലുള്ളത്. പതുക്കെയാണ് ഇവിടെ വണ്ടിയൊക്കെ വരാറ്. റൗണ്ട് ബോട്ടിൽ അത്യാവശ്യം സ്ലോ ആയിട്ടാണ് പോകേണ്ടത്, എങ്കിൽ അപ്പോഴൊക്കെ സംഭവിക്കും. അങ്ങനെ ഇതൊക്കെ മണ്ണിന് ഇപ്പുറത്താണെങ്കിൽ കണ്ടെയ്നർ. ഇതാണ് ഫിറ്റ് ഫ്രഷ് എന്നുള്ള ഒരു കമ്പനി. ഇവിടെ തന്നെ ഒരു ഫേമസ് കമ്പനിയും കൂടെയാണ്. ഇവിടെ ഒരുപാട് ജ്യൂസ് പിന്നെ ഒരുപാട് അതൊക്കെ കാഴ്ചകൾ കണ്ട് വെജിറ്റബിൾ ഫ്രൂട്ട്സ് സാധനമൊക്കെ റൂമിലോട്ട്. അങ്ങനെ ഞാൻ റൂം ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. ഇതാണ് ഞാൻ എൻ്റെ റൂമിലേക്കുള്ള വഴി. ഒരു വലിയ കയറ്റം കയറി പിന്നെ ഇറങ്ങണം. ഒരു റോഡ് ക്രോസ് ചെയ്യാൻ കൂടെയുണ്ട്. പിന്നെ ഞാനും ആൾക്കാരെ ഒപ്പം നീങ്ങി. ശേഷം ഞാൻ ഇന്ന് ഒരു കണ്ട് നല്ല വെയിലുള്ള ദിവസം കൂടെയാണ്. ആൾക്കാരൊക്കെ നടന്നു പോകുന്നത്. ഇതൊരു ഹൈവേ ആണ്, മെയിൻ ഹൈവേ ആണ്. 311 ഷേഖ് മുഹമ്മദ് ബിൻ മുസായിദ് റോഡ് എന്ന് പറയും. അങ്ങനെ വലിയ റോഡാണ് ഇത്. അപ്പുറത്തേക്ക് നോക്കിയാൽ കാണുന്നത് ഒരുപാട് വണ്ടികൾ പോകുന്നത് വലിയൊരു ഹൈവേക്കും റോഡുണ്ട്. ഇത് നടുവിൽ ഇതിൻ്റെ വലിയൊരു പുറത്തേക്ക് കുഴി പോലെയുള്ള ഒരു സ്ഥലം. അങ്ങനെ ഞാൻ എൻ്റെ റൂം ഇത് കയറ്റൊക്കെ ഇറങ്ങി അപ്പുറത്ത് റൂം ലക്ഷ്യമാക്കി പോകുന്ന വഴിക്ക് ഇപ്പോൾ ഒരു ഒരു ഗാർഡൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു ഗാർഡനാണ്. മക്കളൊക്കെ ഉള്ളത് നട്ടുപിടിപ്പിച്ചിട്ട് നല്ല മനോഹരമായ നീല കളറിലുള്ള നെല്ല് പൂത്തി നിൽക്കുന്ന നല്ലൊരു മനോഹരമായ കാഴ്ചയായിരുന്നു. ഇതാണ് പുതിയ ഇവിടെയുള്ള പാർക്ക്. ഇവിടെ ഏകദേശം 4-5 പാർക്ക് പുതിയ വന്നിട്ടുണ്ട്. ഇതാണ് ഫുട്ബോൾ ടർഫ്, കുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലം. അങ്ങനെ ഇരിക്കുന്ന ബെഞ്ചും ഒരു നല്ലൊരു സെറ്റപ്പും കൂടി എന്നാണ് ഇത് പണിഞ്ഞിരിക്കുന്നത്. ഒരു ക്ലോസ് ആയിട്ടാണ് ലോക്കും കൂടെ ഇട്ടുണ്ട്. കുട്ടികൾ കളിച്ചു പോകുന്നതൊക്കെ കണ്ട്
വെയിലായതുകൊണ്ട് അവർ റൂമിലോട്ട് പോകുന്ന തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഞാൻ എൻ്റെ റൂം ലക്ഷ്യമാക്കി പോയി. ഞാൻ ഒരു മദീന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനം കൂടെ വാങ്ങിച്ച് ഒരു ലക്ഷ്യമാക്കി. ഇതാണ് നമ്മളവിടെ ഉള്ള റൊട്ടിക്കട. ഇവിടെ എല്ലാം കിട്ടും. റൊട്ടി, പിന്നെ പൊറോട്ട. ഇത് അഫ്ഗാനികളാണ്, അവരുടെ ട്രഡീഷണലായിട്ടുള്ള റൊട്ടിയാണിത്. ഇതാ എന്നുള്ള ഒരു നല്ലൊരു കാഴ്ചയും കൂടിയാണ്. അങ്ങനെ എൻ്റെ റൂം ലക്ഷ്യമാക്കി ഞാൻ പോയി. എനിക്ക് ഇന്ന് കുക്കിംഗ് ഒക്കെ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.